ഹായ് ഓൾ. അപ്പോൾ മോർണിംഗ് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ടൈമില്ല. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പോയി. കാര്യം ഞങ്ങൾക്കിന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ചെന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ബുഫേ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം പോകാൻ പോകുന്നത് 900 കണ്ടി എക്കോ പാർക്കിലേക്കാണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റേഴ്സോളം ഉണ്ട് അവിടേക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. ഈ ഒരു പോയിന്റിൽ നമുക്ക് സ്വന്തം വണ്ടിയിൽ ഇനി മുകളിലോട്ട് പോകാൻ പറ്റില്ല. ഫുള്ള് ഓഫ് റോഡിംഗ് ആണ്. അപ്പോൾ ജീപ്പിൽ വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ജീപ്പിന് ഇവർ 1250 ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വേറെയും പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾക്കൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലി ഞങ്ങളുടെ കൂട്ടത്തിൽ കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റ ജീപ്പിലാണ് പോയത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പെപ്സിയും കൊണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. അവനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജീപ്പ് സഫാരിയൊക്കെ ജീപ്പിലൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ അവൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അവൻ ഒരു കുഴപ്പം കൂടാതെ എൻ്റെ മടിയിലിരുന്നിട്ട് അവൻ ഫുള്ള് വെളിയിലേക്ക് നോക്കിയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം യാത്ര ഉണ്ടായിരുന്നു. ഫുൾ ഓഫ് റോഡിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തി. ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് സുഖമായി ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റി. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴിയും ഇവിടെ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഞങ്ങളിവിടെ വരുന്നതിന് മുന്നേ ആകെ ഇവരെ വിളിച്ച് ചോദിച്ചൊരു കാര്യം പെറ്റ്സ് അലൗഡ് ആണോ എന്നാണ്. പെറ്റ്സ് അലൗഡ് ആണ്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമുക്ക് അവരെ കൊണ്ട് കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ ബാക്കി ഗാർഡനിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് അവരെ നടത്തിക്കാനൊക്കെ പറ്റും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലോട്ട് നടന്നു. അപ്പം അവനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാർത്തിയും പെപ്സിയും വെയിറ്റ് ചെയ്തു. ഞാൻ പോയി കണ്ടിട്ട് തിരിച്ചു വന്നു. ഒട്ടും തിരക്കില്ലാത്തത് കൊണ്ട് പെപ്സിനെ കയ്യിൽ പിടിക്കാൻ വേണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിക്കൊള്ളാൻ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു കേട്ടോ. അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് അവിടെ കയറാൻ പറ്റി. പക്ഷേ ഞാൻ എടുത്തു പറയുകയാണ്, ഇത് തിരക്കില്ലാത്തതുകൊണ്ട് മാത്രമാണ് പുള്ളി സമ്മതിച്ചത്. അല്ലാത്ത പക്ഷം ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലെ പെറ്റ്സ് അലൗഡേ അല്ല. അത് ഞാൻ എടുത്തു പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. നല്ല ഭംഗിയാണ് അവിടെ നിന്ന്. ആ നല്ല കാറ്റും ആ വ്യൂ ഒക്കെ കണ്ടിട്ട് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ കയറി. പെപ്സിയും കൊണ്ട് തന്നെ കയറി. പക്ഷേ ഏറ്റവും ടോപ്പിലെത്തിയ ഈ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട അതേ വ്യൂ തന്നെയാണ്. കുറച്ചുകൂടെ ഹൈറ്റിൽ കാണാവുന്നതേ ഉള്ളൂ. അത് നല്ലതായിരുന്നു. ഞങ്ങൾ അത് കണ്ടിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ അവർ സൈഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. അപ്പോൾ ജീപ്പ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങൾ പോകുന്ന സൂചിപ്പാറ വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.